ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. ബി ബി എസിൻ്റെ പുതിയൊരു അപ്ഡേഷൻ തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അത് വേറെ ഒന്നുമല്ല, ഇനി ബിഗ് ബോസിൽ എന്താ പറയുക, ആംഗ്യ ഭാഷകൾ കാണിക്കാനും വൃത്തികെട്ട രീതിയിൽ ആംഗ്യ ഭാഷകൾ കാണിക്കാനും, അതായത് വൃത്തികെട്ട വേർഡുകൾ, അതായത് അച്ഛനും അമ്മയ്ക്കും പിന്നെ മോശമായ രീതിയിൽ സംസാരിക്കാനും ബിഗ് ബോസിൽ പാടില്ല. അതെങ്ങനെയെങ്കിലും അത് അവിടുത്തെ ക്യാമറയിലും അവരെ ശ്രദ്ധയിൽപ്പെട്ട ആ നിമിഷം അവർ ബി ബി എസിൽ നിന്ന് പുറത്താണെന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് എത്രത്തോളം സത്യമാവുമെന്ന് നമുക്കറിയില്ല. കാരണം ഇതിനു മുമ്പും ഇവർക്ക് പലതും ബിഗ് ബോസ് പറഞ്ഞിട്ട് പോലും ഒരു പല രീതിയിലും അവിടെ കാണിച്ചു കൂട്ടിയത് നമുക്കറിയാം. അപ്പം ഇതും ഒരു നല്ല രീതി ആയിരിക്കുമെന്നറിയാം. ഇപ്പോൾ ആൾക്കാരുടെ എണ്ണം കൂടുന്തോറും അവിടെ മോശം രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം പല വ്യക്തികളും പല മോശം രീതിയിലാണ് ഗെയിം കളിക്കുന്നതായിട്ട് നമുക്ക് ഫീലായതും. കാരണം തമ്മിക്കുത്തും, പുറത്തുള്ള കാര്യങ്ങൾ പറയുക, മോശം രീതിയിൽ സംസാരിക്കുക, അതിൻ്റെ അനാവശ്യങ്ങൾ പറയുക, വീട്ടിലുള്ളവരെ പറയുക, അച്ഛനെ പറയുക, പിന്നെന്താ പറയുക, ഭർത്താവിനെ, ബോയ് ഫ്രണ്ടിനെ, അങ്ങനെ പല രീതിയിലും പലതും മാറ്റി മാറ്റി പറയുന്ന രീതിയിലുള്ള രീതികളാണ് നമ്മുടെ ബി ബി എസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു രീതിയെങ്കിലും അവിടെ മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കാം. ഈ ഞാൻ ഉള്ള കാര്യം നിങ്ങളടുത്ത് പറയാം, നമ്മുടെ ഈ 6 സീസണെക്കാട്ടി 7ാമത്തെ ഏറ്റവും വേസ്റ്റ് സീസൺ എന്ന് പറയാം. കാരണം ഒരു രീതിയിലും അച്ചടക്ക ബോധമോ ഇല്ലെങ്കിൽ അവർ ചെയ്യാൻ പോകുന്ന ഈ ഗെയിം എന്താണെന്ന് പോലും അറിയാൻ മനസ്സിലാക്കാൻ പറ്റാത്ത കുറച്ച് വ്യക്തികളെയാണ്, കീടങ്ങളെയാണ് ബിഗ് ബോസിൽ എടുത്തിരിക്കുന്നത്. അല്ലാതെ വിവരവും ബുദ്ധിയുള്ള ഒരെണ്ണം പോലും അതിനകത്തുള്ളതായിട്ട് എനിക്ക് ഫീൽ ആവുന്നില്ല. ഇപ്പോൾ ഈ വന്ന 5 എണ്ണവും വെറും വാഴകൾ തന്നെ എന്ന് പറയാം. അതും ആ കുളവാഴകളൂടെ ചേർക്കാൻ പറ്റുന്ന രീതിയിലുള്ള വാഴകളാണ് വന്നിരിക്കുന്നത്. അല്ല, ഇവരെ കൊണ്ടൊന്നും ഈ സമൂഹത്തിന് ഒരു ഗുണവും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരുടെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് നമുക്കൊന്നും ലഭിക്കാനും പോകുന്നില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഇനിയെങ്കിലും ബിഗ് ബോസ് ഇനിയെങ്കിലും അടുത്തൊരു സീസൺ ഇറക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് യോജിച്ച ആൾക്കാരെ, ഇത്തിരി വായിൽ നല്ല രീതിയിൽ സംസ്കാരമുള്ള ആൾക്കാർ, അല്ലാതെ ഇൻസ്റ്റാഗ്രാമും ഇതിനൊക്കെ പ്രൊഫൈലും നോക്കിയൊന്നും പോകാതെ 10 ആൾക്കാർ അറിയുന്ന രീതിയിലുള്ള വ്യക്തികൾ, അതായത് നല്ല രീതിയിൽ അറിയുന്നത്, അല്ലാതെ ഇങ്ങനെയുള്ള ഇൻസ്റ്റാഗ്രാമിൽ ചുമ്മാതെ വായിട്ട് അലച്ചും പിന്നെ അല്ലാതെ കുറച്ച് ഇൻ്റർവ്യൂ ചെയ്ത് കുറേ സീരിയലിൽ കരച്ചിലും നടത്തി കുറേ വില്ലൻ വേഷങ്ങളും ചെയ്ത് ഇങ്ങനെയുള്ള അലവലാദികളെയും ഒന്നും കൊണ്ടുവരാതെ നല്ല മനുഷ്യരെ കൊണ്ടുവരാമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇത് വളരെ മോശപ്പെട്ട രീതിയിലാണ് ഈ സീസണിൻ്റെ പോക്ക് ആയതുകൊണ്ടാണ് ഇത്രയും രീതി പറയേണ്ട വന്നത്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ഓക്കെ, ബൈ ബൈ, ടാറ്റ.